തൃശൂർ മുണ്ടൂരിൽ വയോധികയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അമ്മയെ മകളും കാമുകനും കൊലപ്പെടുത്തിയെന്നതാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. സ്വർണ്ണാഭരണത്തിന് വേണ്ടിയാണ് കൊല നടത്തിയത്. ശനിയാഴ്ചയാണ് തങ്കമണി കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി നട്ടരാജ് പരശുരാം ചേരുന്നു. നട്ടരാജ്, സ്വർണ്ണാഭരണത്തിന് വേണ്ടിയാണ് സ്വന്തം അമ്മയെ മകൾ കൊലപ്പെടുത്തിയത് എന്നത് അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്ന നിഷ്ഠൂരമായൊരു ക്രൂരകൃത്യമാണിത്. ഇവരിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്, എന്താണെന്ന് അവിടെ സംഭവിച്ചത്? കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുണ്ടൂർ സ്വദേശിയായ തങ്കമണിയെ വീടിനടുത്തുള്ള പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ തലയ്ക്ക് പരിക്കുണ്ടായിരുന്നു. നടക്കാനിറങ്ങിയതിനിടെ കാല് തെറ്റി വീണ് തലയടിച്ച് വീണ് മരിച്ചതാകാമെന്നാണ് അന്ന് കരുതപ്പെട്ടിരുന്നത്. ഇവരുടെ മകളും അങ്ങനെയാണ് അയൽവാസികളോടും മറ്റും പറഞ്ഞത്. ഈ സംഭവത്തിൽ ഈ പരിക്കിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് തലയിലുണ്ടായ പരിക്കിനെ കുറിച്ച് പോലീസിന് സംശയമുണ്ടാവുകയും അത് ഒരു അക്രമം നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു സൂചന കിട്ടുകയും ചെയ്യുന്നത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് മകൾ ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തിയത്. അതായത് മകളും അടുത്ത വീട്ടിലെ ഒരു യുവാവും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് പോലീസിനോട് അവർ നൽകിയിരിക്കുന്ന മൊഴി. മകളുടെ പേര് സന്ധ്യ എന്നാണ്. ഇവരുടെ ആൺ സുഹൃത്തിൻ്റെ പേര് നിതിൻ എന്നാണ്. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. നിതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അമ്മയുടെ സ്വർണം കവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. മാല പറിച്ചതിന് ശേഷം തങ്കമണിയെ തള്ളിയിട്ടപ്പോൾ തലയിടിച്ച് മരിക്കുകയായിരുന്നു എന്നാണ് സന്ധ്യ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ഇതുപ്രകാരം പോലീസ് ഇപ്പോൾ നിതിനെയും സന്ധ്യയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ സ്വർണത്തിന് വേണ്ടി, ആഭരണത്തിന് വേണ്ടി സ്വന്തം അമ്മയെ കൊല ചെയ്തു എന്നുള്ള അതിദാരുണമായ സംഭവമാണ് മുണ്ടൂരിൽ നിന്നും വരുന്നത്. എന്തായാലും ഇരുവരും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും. മറ്റ് തുടർ നടപടികൾ പേരാമംഗലം പോലീസ് വൈകാതെ ചെയ്യും. എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദാരുണമായ കൊലപാതകം മുണ്ടൂരിൽ നടന്നത്. ശരി.